നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ പപ്പാ ഖോഗെ എന്ന പാഠഭാഗമാണ്. ഇത് എഴുതിയത് വിജയ് തെണ്ടുൽക്കർ. ഇതൊരു നാടകമാണ്. ഈ നാടകത്തിൽ അഭിനയിക്കുന്നവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബിജലി കാ ഖംബ, പേട്, ലെറ്റർ ബോക്സ്, കൗവ, നാച്നെ വാലി, ലടുക്കി, ആദ്മി. ഇതിനകത്തുള്ളവരൊന്നും സംസാരിക്കുന്ന കൂട്ടത്തിലുള്ളതല്ലേ. ബിജലി കാ ഖംബ ഇലക്ട്രിക് പോസ്റ്റാണ്. പേട്, ലെറ്റർ ബോക്സ്, കൗവ, നാച്ചിനെ വാലി, നൃത്തം ചെയ്യുന്ന ഒരു പോസ്റ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്. നൃത്തം ചെയ്യുന്ന പടമുള്ള പോസ്റ്റർ. പിന്നെ ഒരു പെൺകുട്ടിയുണ്ട്, ഒരു ആത്മീയമുണ്ട്. ഇവരൊക്കെയാണ് ഇതിനകത്ത് അഭിനയിക്കുന്നവർ. സടക്ക്, രാത്ത് കാ സമയം. സമുദ്രയ്ക്ക് സാമനെ ഫുട്പാത്ത്. സമുദ്രത്തിൻ്റെ അടുത്താണ്, ഒരു ഫുട്പാത്തിലാണ്. വഹീം പർ ഏക്ക് ബിജലി കാ ഖംബ. അവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ്, ഏക്ക് പേട് ഒരു മരം, ഏക്ക് ലെറ്റർ ബോക്സ് ഒരു ലെറ്റർ ബോക്സ്, ദൂസരി ഓർ ധീമേ പ്രകാശ് മേം ഏക്ക് സിനിമ കാ പോസ്റ്റർ. ധീമേ പ്രകാശ് എന്ന് വെച്ചാൽ അരണ്ട വെളിച്ചത്തിൽ ഒരു സിനിമ പോസ്റ്റർ. പോസ്റ്റർ പർ നാച്ചിനെ കി ഭംഗിമ മേം ഏക്ക് ഔരത്ത് കി ആകൃതി. ആ പോസ്റ്ററിൽ ഒരു നൃത്തം ചെയ്യുന്ന ഒരു ഔരത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു പോസ്റ്ററാണത്. ആകൃതി വരച്ചിരിക്കുന്നു. സമുദ്രസെ സൻസനാത്തി ഹവാക്ക ബഹാവ്. സമുദ്രത്തിൽ നിന്നും തണുത്ത കാറ്റിങ്ങനെ ഒഴുകി വരുന്നു. കഹീം എവിടെ നിന്നോ, കുത്തോംകെ ഭൗങ്കിനേക്ക് ആവാസ്. പട്ടികൾ കുരയ്ക്കുന്ന ശബ്ദവും നമുക്ക് കേൾക്കാം. അപ്പോൾ രാത്രി സമയമാണ്. അപ്പോൾ ഖംബ പറയുക. ജമായി രോത്തെ ഹുയെ. ജമായി എന്ന് വെച്ചാൽ കോട്ടുവ ഇങ്ങനെ ഇട്ടുകൊണ്ട്, അത് കോട്ടുവ ഇങ്ങനെ പൊത്തിക്കൊണ്ട്. രോക്കിനെന്ന് വെച്ചാൽ തടയുക, തടഞ്ഞുകൊണ്ട് പറയുക. റാം 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 രാത്തു ബെഹുത്തു ഹോഗി. ഓ ഒരുപാട് രാത്രിയായി. അപ്പോൾ പേട് പറയുന്നു, ആജുകൾക്ക് രാത്തേം കൈസി ഹേ. ഇപ്പോഴത്തെ രാത്രികൾ എങ്ങനെയാണ്? ജൽദി ബീത്തിനെ മീ നഹി മാത്തി. പെട്ടെന്നൊന്നും പോകുന്നു പോലില്ല. ബീത്തിനാന്ന് വെച്ചാൽ കഴിഞ്ഞു പോവുക എന്നുള്ള അർത്ഥമാണ്. ഇപ്പോഴത്തെ രാത്രിയൊന്നും പെട്ടെന്നൊന്നും കഴിയുന്നില്ല, താമസിച്ചാണ് രാത്രിയൊക്കെ പോകുന്നത്. ഖംബ ദിൻതോ കൈസാന കൈസേ ഗഡ്ബഡിമേ ബീത്ത് ജാത്ത. പകലാണെങ്കിൽ എത്ര പെട്ടെന്നാണ് പോകുന്നത്. പേട് ലേക്കിൻ രാത്തുക്കോ ബെഡി ബോറിയത്ത് ഹോത്തി ഹേ. ആ രാത്രി അങ്ങ് ഭയങ്കര ബോറാ, സമയവും പോത്തില്ല, വഴിയിലെങ്ങും ആരുമില്ല. ഇപ്പം ഖംബ പറയുക. തബ് ഭി ബർസാത്ത് കി രാത്തോം സേ ഏ രാത്തേം കഹീം അച്ചി ഹേ. ഓ ആ മഴക്കാലത്തെ രാത്രിയേക്കാളിലും ഏതായാലും ഈ രാത്രികൾ നല്ലതാണ്. പേട് രാജ ബർസാത്ത് കി പേടിനോട് പറയുക, ബർസാത്തിൻ്റെ ആ രാത്രിയേക്കാളിലും നല്ലതാണ് ഈ രാത്രികൾ. ബർസാത്ത് കി രാത്തോമേം തോ രാത്ത് ഫർ ഭീഗ്തേ രഹേ. ഈ മഴക്കാലത്തെ രാത്രിയിൽ രാത്രി മുഴുവൻ ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കണം. ബാദലോം സെ ആനേവാലി പാനീക്ക മാർ ഖാത്തേ രഹേ. ആ മേഘങ്ങളിൽ നിന്ന് വരുന്ന ആ വെള്ളത്തിൻ്റെ, ആ മഴ സഹിച്ചുകൊണ്ട് വേണം ഇങ്ങനെ നിൽക്കാൻ. തേസ് ഹവാവോമേ ബൾബ് കോ കസ്കർ പകടെ ബരാബർ ഏക്ക് ഠാങ്ക് പർ ഖടേ രഹേ. പിന്നെ ഭയങ്കര മഴയും കാറ്റുമൊക്കെ വന്ന തേസ് ഹവ, വലിയ കാറ്റത്ത് ബൾബുക്കോ കസ്കർ, ബൾബിനെ ഇങ്ങനെ മുറുക്ക പിടിച്ച് വേണം നിൽക്കാൻ. ഏക്ക് ടാങ്ക് പർ ഒറ്റ കാലിൽ നിൽക്കണം. ബിൽക്കുൽ അച്ചാനഹി, ഒന്നും ശരിയല്ല, നല്ലതല്ല. ഉസ് വ്യക്തി ലഗ്താ ഹേ ഇസ്സേ തോ അച്ചാതാ. ആ സമയമൊക്കെ ഇതിനേക്കാളിലും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിജലി കെ കമ്പേ കാ ജന്മ ഹോത്ത. ഒരിക്കലും ഉണ്ടാകരുത്. ബിജലി കാ കമ്പേ കാ ജന്മ. ഈ ഇലക്ട്രിക് പോസ്റ്റ് പോലെ ഒരു ജന്മം ഒരിക്കലും ഉണ്ടാകരുതായിരുന്നു. ബൾബ് ഫേങ്ക്. ഈ ബൾബൊക്കെ വലിച്ചെറിഞ്ഞിട്ട്. തബ ദൂർ കഹീം ഭാഗ് ജാനേക്ക് ജി ഹോത്താ ഹി. എവിടെയെങ്കിലും ദൂരേക്ക് ഓടിപ്പോകാൻ എനിക്ക് തോന്നുന്നു. കമ്പയുടെ വിഷമങ്ങൾ പറയുക. കമ്പയായിട്ടൊരിക്കലും ജനിക്കണ്ടായിരുന്നു, എവിടെയെങ്കിലും ഓടിപ്പോകാൻ തോന്നുന്നു എന്നൊക്കെ പറയുമായിരുന്നു. മഴസമയമാണ് നല്ലത്, ഇതിനേക്കാളും നല്ലത് ഇതായിരുന്നു. രാത്രിയിലൊക്കെ മഴയും ഇടിയൊക്കെ സഹിച്ച് നിൽക്കണം, ഒറ്റ കാലിൽ ഇങ്ങനെ നിൽക്കണം. എന്തൊരു ജന്മമാണ് എന്നൊക്കെ സ്വയം പഴിക്കുകയാണ് ആര്? ഖംബ. पेड़ मुझ पर भी एक रात
ആസ്മാൻ സെ ഗഡ്ബഡാത്തി ബിജലി ആക്കർ പടീതി. ഒരു ദിവസം എന്നിലും ആകാശത്തു നിന്നും ഇടിയും മിന്നലുമൊക്കെ വന്ന് വീണായിരുന്നു. അരേ ബാപ്പുരേ, ദൈവമേ, വോ ബിജലി ധി ആഫത്ത്. അത് ബിജലിയായിരുന്നോ അതോ ഏതെങ്കിലും ആപത്തായിരുന്നോ, അപകടമായിരുന്നോ? യാദ് അദ്ദേഹി, ഓർമ്മിക്കുമ്പം തന്നെ, അബുഫി ഇന്നും ദിൽ ധക്ത കർണേ ലഗ്താ ഹെ. അത് ഓർക്കുമ്പം തന്നെ എനിക്ക് പേടിയാകുന്നു. ഇപ്പോഴും എനിക്ക് പേടിയാണ്. ഔർ ധക്ത കർണ ലഗ്ന, പേടിക്കുമ്പോഴല്ലേ നമുക്ക് ഹൃദയമിടിപ്പ് കൂടും. അതാ. ഔർ ബിജലി വഹാം ജഹാംഗിരി, ആ ബിജലി എവിടെയാണോ വീണത്, ബിജലി ഇടിവെട്ടിയത്, വഹാം ഖട കിത്തന ഗഹരാ പടാത, അവിടെ വലിയൊരു കുഴി, ആഴത്തിലുള്ള ഒരു കുഴിയായി. കമ്പെ മഹാരാജ്, അബ് ജബ് കഭി ബാരിഷ് ഹോത്തി ഹെ, എപ്പോഴെങ്കിലും ഒരു മഴ വന്നു കഴിഞ്ഞാൽ, മുझे ഉസ് രാത്രിക്ക് യാദ് ഹോ ആത്തി ഹെ, എനിക്ക് ആ രാത്രിയുടെ ഓർമ്മയാണ് ഉണ്ടാകുന്നത്. അങ്ക് ധർ ധർ കാമ്പിനെ ലഗ്തേ ഹെ, അത് ഓർക്കുമ്പോൾ എൻ്റെ അംഗങ്ങളെല്ലാം ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും. അപ്പോൾ പേടിൻ്റെ വിഷമം പേട് പറയുകയാണ്. അപ്പോൾ രാത്രി മഴ സമയത്തെ ആ രാത്രി പേടിന് ഭയങ്കര പേടിയാണ്. എപ്പോഴാണ് ഈ മഴയും ഇടിയൊക്കെ വരുന്നതെന്ന് അറിയാനൊക്കത്തില്ല. അതുകൊണ്ട് മഴ സമയമാകുമ്പം പേട് നിന്ന് വിറയ്ക്കും. കമ്പ, മേരി തബിയത്ത് ഹി ലോഹേക്കി ഹെ, എൻ്റെ തബിയത്ത് എന്ന് വെച്ചാൽ ആരോഗ്യം എന്നാണ് അർത്ഥം. ഇവിടുത്തെ അർത്ഥം ശരീരം എന്ന് പറയാം. മേരി തബിയത്ത് ഹി ലോഹേക്കി ഹെ, ഞാൻ ലോഹ കൊണ്ടുണ്ടാക്കിയതാണ്. ജോ മേ ബീമാർ നഹി പടുത്ത, അതുകൊണ്ട് എനിക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല. വർണ കോയി ഭി തരഹ് ബാരിഷ് ഡണ്ടി ധൂപ് മേ ഖടാ രഹേ തോ ജരൂർ ബീമാർ പട് ഗയേ. എവിടെയെങ്കിലും ഇതുപോലെ ബാരിഷ, മഴയോ ഡണ്ടി, തണുപ്പിലോ വെയിലത്തോ ഒക്കെ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ, ഞാൻ ലോഹമല്ലായിരുന്നെങ്കിൽ എപ്പോഴേ എനിക്ക് തീർച്ചയായിട്ടും അസുഖങ്ങളൊക്കെ പിടിച്ചേനെ. പട് ജായേഗാ യാ നഹി, കിത്തനേ ദിൻ ബീത്ത് ഗയേ, അസുഖങ്ങളൊക്കെ പിടിക്കുവോ ഇല്ലയോ, എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. കിത്തനി രാത്രി, എത്ര രാത്രികൾ. ലേക്കിൻ മേ ബരാബർ ഇസീ തരഹ് കടാഹും, ഈ മഴയത്തും വെയിലത്തും തണുപ്പത്തും എല്ലാം ഞാൻ ഇതേപോലെ നിൽക്കുകയാണ്. ലംബി ഠണ്ടി സാസ് ചൊടുക്കർ, ഒരു ദീർഘനിശ്വാസം ഇങ്ങനെ വിട്ടുകൊണ്ട്. ഛേ ചുങ്കിക്ക് യഹ് നൗകരി ഫി കോയി നൗകരി ഹേ, ഈ ജോലി, ഈ പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റ് ആടി നിൽക്കുന്ന ഈ ജോലി ഒരു ജോലിയാണോ? പേട്, അപ്പനെ പത്തോം കാ കോട്ട് പഹൻകർ, എൻ്റെ ഇലകളുടെ കോട്ട് ധരിച്ചുകൊണ്ട്, മുझे സർദി ബാരിഷ് യാ ധൂപ് മേ ഉത്തനി തക്ലീഫ് നഹി ഹോത്തി, എനിക്ക് സർദി എന്ന് വെച്ചാൽ തണുപ്പും മഴയും വെയിലും, ധൂപ് വെയിലും ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. തോഫി, എന്നിരുന്നാലും, തുംസെ ബഹുത്ത് പഹലേ കാ ഖടാഹും മേ മെഹ, പക്ഷെ നിന്നേക്കാളിൽ മുമ്പേ ഞാനിവിടെ ഉണ്ട്. യഹി മേരാ ജന്മ ഹുവ ഇസി ജഗഹ്, ഈ സ്ഥലത്ത് തന്നെയാണ് ഞാൻ ജനിച്ചത്. തബ് സബ് കുച്ച് കിത്തന അലഗ് ഥാ യഹാം വഹാംഗെ, അവിടുത്തെ വേ സബ് ഊഞ്ചെ ഘർ നഹീന്തേ, അവിടെ കാണുന്ന വലിയ വീടുകളൊന്നും അന്നില്ലായിരുന്നു. തബ് സടക്കു ഭീ നഹീന്ത, ഈ റോഡ് തന്നെ ഇല്ലായിരുന്നു. വഹ് സിനിമ കാ ബഡാസ പോസ്റ്റർ ഔർ നാച്ചിനെ വാലി ഔരത്ത് ഭീ നഹീം തി, ഇവിടുത്തെ ഈ സിനിമയുടെ ആ വലിയ പോസ്റ്ററോ ആ പോസ്റ്ററിലെ ഔരത്തിൻ്റെ പടവോ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ എന്തുമാത്രം, സിർഫ് സാമ്നേക്ക യഹ് സമുദ്ര, ഈ മുമ്പിൽ കാണുന്ന ഈ സമുദ്രം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബഹുത്ത് അകേലാപ്പൻ മഹസൂസ് ഹോത്ത, വളരെ അകേലാപ്പൻ എന്ന് വെച്ചാൽ ഒറ്റപ്പെടൽ. അന്ന് എനിക്ക് വളരെ വലിയ ഒറ്റപ്പെടലായിരുന്നു തോന്നിയിരുന്നത്. മഹസൂസ് എന്ന് വെച്ചാൽ തോന്നുക. തുമേം അബ് യഹാം ലാ ഖടാ കിയാ ഗയാ തോ സോച്ച, നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ഞാൻ ചിന്തിച്ചു, ചലോ കോയി സാത്തി തോ മില, ഒരു കൂട്ടുകാരനെ എനിക്കിവിടെ കിട്ടിയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഇത്തനാഹി സഹി, ഒരു പോസ്റ്റെങ്കിൽ പോസ്റ്റ്, ഒരു കൂട്ടുകാരനെ കിട്ടിയല്ലോ എന്നാണ് ഞാൻ അന്ന് വിചാരിച്ചത്. ലേക്കിൻ വോ ഭീ കഹാം, അതെവിടെ. തും ശുരൂമേ മുझसे ബോൽനെ കാ ഹി തയ്യാർ നഹി, നീ ആദ്യമൊക്കെ എന്നോട് സംസാരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല.
മേനെ ബഹുത്ത് ബാർ കോശിഷ് കി, ഞാൻ ഒരുപാട് നിന്നോട് സംസാരിക്കാനായിട്ട് പരിശ്രമിച്ചു. പർ തുമാരി അക്കഡ് ജഹാംദി വഹി കായം, പക്ഷെ നിനക്ക് ഭയങ്കര വെയിറ്റായിരുന്നു, എന്നുവെച്ചാൽ നിനക്ക് ഭയങ്കര തലക്കനമായിരുന്നു. അക്കഡ് ജഹാംദി വഹി കായം എന്ന് വെച്ചാൽ അർത്ഥം ഭയങ്കര തലക്കനം, മിണ്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, വെയിറ്റായിരുന്നു ഭയങ്കര. ബാദുമേ മേനെ ഭി സോച്ചിലി, അവസാനം ഞാനും വിചാരിച്ചു, ഇസ്കി നാക്കി തന്നെ ഊഞ്ചി ഹേത്തോ രഹിനേതോ, അവന് ഭയങ്കര ഗമയാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. മേനെ ഭി കഭി ആവാസ് നഹി ലഗായി, ഞാൻ പിന്നെ ഒന്നും മിണ്ടാനൊന്നും വന്നില്ല. അപ്പനാഭി സ്വഭാവ സര ഐസാദ, എൻ്റെ സ്വഭാവവും കുറേയൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഖംബ ഔർ ഏക് ദിൻ ജബ് ആന്ധി പാനി മേ ബിൽക്കുൽ തുമാരെ ഊപ്പർ ആഗ് പട, പക്ഷെ ഒരു ദിവസം രണ്ടുപേരും പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുക. അപ്പം അന്ന് നിന്നെ ഇവിടെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു, മരം പറഞ്ഞ് ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്നു, അന്ന് ഇവിടെ ഒന്നുമില്ലായിരുന്നു, ഈ സമുദ്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. നിനക്കന്ന് എന്നോട് മിണ്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പം കമ്പ പറയുക, ഔർ ഏക് ദിൻ ജബ് ആന്ധി പാനി മേ ബിൽക്കുൽ തുമാരെ ഊപ്പർ ആപ്പട, അന്നൊരു ദിവസം ഭയങ്കര മഴയും കാറ്റും ഒക്കെ വന്നപ്പോൾ ഞാൻ നിന്നിലേക്ക് മരത്തിലേക്ക് ഈ പോസ്റ്റ് അങ്ങ് വീണു. അപ്പം പേട് ബാപ്പുരേ ദൈവമേ കൈസാധാ പൂവാന്തിപ്പാനിയേക്കാ തൂഫാൻ, എന്തൊരു കാറ്റും മഴയുമായിരുന്നെന്ന് അത് അത്ഭുതപ്പെടുക. അത് അബബ് എന്ന് പറയുന്നത്. ഖംബ തും ഖടേതേ, നീ ഉണ്ടായിരുന്നു, ഇസലിയെ മേം കുച്ച് സംഭാൽ ഗയ, അതുകൊണ്ട് എന്നെ സംരക്ഷിച്ചു. നീ ആ മരം അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് മരം എന്നെ സംരക്ഷിച്ചു. ഹാ തുമ്നെ മുച്ചേ ഊപ്പർ ഖച്ചേ ലിയ, നീ എന്നെ നിന്നിലേക്ക് ഞാൻ വന്ന് വീണപ്പോൾ നീ എന്നെ സംരക്ഷിച്ചു. വഹ അച്ചാ ഹുവ, അത് നല്ലതായിരുന്നു. ചാഹേ തും ഖുദ് ജഗ്മി ഹോഗയെ, എന്നെ സംരക്ഷിച്ച നിനക്ക് മുറിവേറ്റു. ബാദുമേ മേര ഗരൂർ ഫി ചഡ്ഗയ, അങ്ങനെ അവസാനം എൻ്റെ അഹംഭാവമൊക്കെ ഇല്ലാതായി. ചഡ്ഗയ എന്ന് വെച്ചാൽ കൊഴിയുക എന്നാണ്, ഇവിടെ അർത്ഥം ഇല്ലാതാവുക. ഗരൂർ എന്ന് വെച്ചാൽ അഹംഭാവം, തലക്കനം. അവർ ദോസ്തി ഹോഗി ദോനോ, അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂട്ടുകാരായി. പേട് ഹവ ആജ് ബി ബഹുത്ത് ഹേ, ഇന്നും നല്ല മഴയും എന്നും നല്ല കാറ്റുണ്ട്. ഇത്രയും പഠിക്കാൻ നോക്കിയിരുന്നു.